മർഹബൻ അഹ്ലൻ വസഹ്ല സലാമുൻ ലക്കും. നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ചില വാക്കുകൾ ഇവിടെ കേൾക്കാൻ പോവുകയാണ്. ഇത്രയും പ്രധാനപ്പെട്ട വാക്കുകൾ നിങ്ങൾ ജീവിതത്തിൽ വേറെ കേൾക്കുകയില്ല. ഇത് എല്ലാവർക്കുമുള്ള ബിശാറത്താണ്, സുവിശേഷമാണ്. നിങ്ങൾ ഈ സചിത്ര പുസ്തകം നോക്കൂ, അതോടൊപ്പം നിങ്ങൾ ഇതിൽ പറയുന്ന സുവിശേഷം കേൾക്കുകയും ചെയ്യുക. നിങ്ങൾ ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ ചിത്രവും നോക്കുക. നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ആലോചിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കാസറ്റ് സ്റ്റോപ്പ് ചെയ്യുകയുമാകാം. നമുക്ക് ഒന്നാമത്തെ ചിത്രം മുതൽ ആരംഭിക്കാം. ചിത്രം 1. പ്രപഞ്ചത്തിന്റെ ആരംഭം. ആദിയിൽ റബ്ബുൽ ആലമീനായ തമ്പുരാൻ മാത്രമേ നിലനിന്നിരുന്നുള്ളൂ. പിന്നീട് റബ്ബുൽ ആലമീനായ തമ്പുരാൻ ആകാശഭൂമികൾ സൃഷ്ടിച്ചു. ലോകത്തിന് ഒരു രൂപമുണ്ടായിരുന്നില്ല. അങ്ങനെ റഹ്മാനായ റബ്ബ് ഭൂമിയെ പടച്ചു. വെളിച്ചത്തോടവൻ കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. സൂര്യനുണ്ടായി, ചന്ദ്രനുണ്ടായി, സകല നക്ഷത്രങ്ങളുമുണ്ടായി. റഹ്മാനായ റബ്ബ് നല്ലവനാണ്. അവൻ എല്ലാം നിയന്ത്രിക്കുന്നു, എല്ലാം അവൻ ഭരിക്കുന്നു. ചിത്രം 2. റബ്ബുൽ ആലമീനായ തമ്പുരാന്റെ കലിമത്ത്. ചിത്രത്തിൽ നിങ്ങൾക്ക് ബൈബിൾ കാണാം. റബ്ബുൽ ആലമീനായ തമ്പുരാന്റെ വചനമാണത്. റബ്ബുൽ ആലമീനെക്കുറിച്ചും അവന്റെ രീതികളെക്കുറിച്ചും ബൈബിൾ നമുക്ക് പറഞ്ഞു തരുന്നു. എല്ലാവരെയും റബ്ബുൽ ആലമീനായ തമ്പുരാൻ സ്നേഹിക്കുന്നു. നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ബൈബിളിലുള്ള കാര്യങ്ങളാണ്. ചിത്രം 3. സൃഷ്ടി. റബ്ബുൽ ആലമീനായ തമ്പുരാൻ എല്ലാം സൃഷ്ടിച്ചു. അവൻ പറഞ്ഞു, ഉണ്ടാവട്ടെ. അങ്ങനെ എല്ലാം ഉണ്ടായി. ആകാശമുണ്ടായി, ബഹറുണ്ടായി. ഉണങ്ങിയ കര കാണുമാറാകട്ടെ എന്നവൻ പറഞ്ഞു. കരയുണ്ടായി. സകല ജീവജാലങ്ങളെയും അവൻ സൃഷ്ടിച്ചു. വെള്ളത്തിലെ മീനിനെയും അന്തരീക്ഷത്തിലെ പറവകളെയും സകല ജന്തുക്കളെയും അവൻ പടച്ചു. റബ്ബുൽ ആലമീനായ തമ്പുരാൻ എല്ലാം പടച്ചു. അവൻ സൃഷ്ടിച്ചതിൽ അവൻ സംതൃപ്തനായി. റബ്ബുൽ ആലമീനായ തമ്പുരാൻ പടച്ചതെല്ലാം വളരെ നല്ലതായിരുന്നു. ചിത്രം 4. ആദമും ഹവ്വയും. റബ്ബുൽ ആലമീനായ തമ്പുരാൻ ആദ്യത്തെ പുരുഷനെയും സ്ത്രീയെയും പടച്ചു. ആദമെന്നും ഹവ്വയെന്നും അവർക്ക് പേരു നൽകി. റബ്ബുൽ ആലമീനായ തമ്പുരാൻ പടച്ച എല്ലാറ്റിൻ്റെയും മേൽ അവൻ അവർക്ക് അധികാരവും കൊടുത്തു. അവർക്ക് താമസിക്കാൻ ഒരു വിശേഷപ്പെട്ട തോട്ടവും റബ്ബുൽ ആലമീനായ തമ്പുരാൻ അവർക്കുണ്ടാക്കിക്കൊടുത്തു. റബ്ബുൽ ആലമീനായ തമ്പുരാൻ തോട്ടത്തിൽ അവരോടൊപ്പം നടന്നു, അവരോട് സംസാരിച്ചു. അവർ റബ്ബുൽ ആലമീനായ തമ്പുരാന്റെ ചങ്ങാതിമാരായിരുന്നു. തോട്ടത്തിലെ എല്ലാ മരങ്ങളിൽ നിന്നുമുള്ള പഴങ്ങൾ ഭക്ഷിക്കുവാൻ റബ്ബുൽ ആലമീനായ തമ്പുരാൻ അവർക്ക് അനുമതി കൊടുത്തു. പക്ഷേ ഒരു മരത്തിലെ പഴം മാത്രം ഭക്ഷിക്കരുതെന്ന് റബ്ബുൽ ആലമീനായ തമ്പുരാൻ അവരോട് വിലക്കി. ശൈത്താൻ എന്നു പേരായ ശത്രു തോട്ടത്തിൽ കടന്നുവന്നു. ആദമിനോടും ഹവ്വയോടും റബ്ബുൽ ആലമീനായ തമ്പുരാന്റെ വാക്ക് ധിക്കരിക്കാൻ അവൻ പ്രേരണ ചെലുത്തി. അങ്ങനെ അവർ ആ വിലക്കപ്പെട്ട കനി തിന്നു. റബ്ബുൽ ആലമീനായ തമ്പുരാനെതിരെ അവർ പാപം ചെയ്തു. അങ്ങനെ റബ്ബുൽ ആലമീനായ തമ്പുരാനുമായുള്ള ചങ്ങാത്തം അവർ വിച്ഛേദിച്ചു. റബ്ബുൽ ആലമീൻ ആദമിനെയും ഹവ്വയെയും മനോഹരമായ ആ തോട്ടത്തിൽ നിന്നും പുറത്താക്കി. അന്നു മുതൽ എല്ലാവരും റബ്ബുൽ ആലമീനായ തമ്പുരാനെതിരെ പാപം ചെയ്യുകയാണ്. അങ്ങനെ റഹ്മാനായ റബ്ബിൽ നിന്ന് അവരൊക്കെ വേർപെട്ടു പോയിരിക്കുകയാണ്. അതുകൊണ്ട് അവർ വേദന അനുഭവിക്കുന്നു, രോഗങ്ങളനുഭവിക്കുന്നു, മരണമനുഭവിക്കുന്നു. ചിത്രം 5. കയീനും ആബേലും. ആദമിനും ഹവ്വക്കും 2 ആൺമക്കളുണ്ടായി. അവരുടെ പേരത്രേ കയീനെന്നും ആബേലെന്നും. ആബേൽ റബ്ബുൽ ആലമീനായ തമ്പുരാനെ തൃപ്തിപ്പെടുത്തി. കയീൻ റബ്ബിനെ തൃപ്തിപ്പെടുത്തിയില്ല. അങ്ങനെ കയീന് ആബേലിനോട് ഹസദായി. ഒരു ദിവസം കയീൻ ആബേലിനെ കൊന്നു. റബ്ബുൽ ആലമീനായ തമ്പുരാൻ കയീനെ ശിക്ഷിച്ചു ഈ നികൃഷ്ട കാര്യം ചെയ്തതിന്. ആളുകൾ കുറ്റം ചെയ്യുമ്പോൾ റബ്ബുൽ ആലമീനായ തമ്പുരാന് കോപമാണ്. എല്ലാവരും റഹ്മാനായ റബ്ബുമായി അടുത്ത ബന്ധത്തിൽ കഴിയുന്നതാണ് റബ്ബിനിഷ്ടം. പാപം റഹ്മാനായ റബ്ബിൽ നിന്നും എല്ലാവരെയും
വേർപ്പെടുത്തുകയാണ്. ചിത്രം 6. നൂഹിന്റെ കപ്പൽ. അനവധി തലമുറകൾ കടന്നുപോയി. ആദമിനും ഹവ്വക്കും ധാരാളം പിന്മുറക്കാർ ഉണ്ടായി. അവരെല്ലാവരും പാപം ചെയ്തു, റബ്ബുൽ തമ്പുരാനെ ധിക്കരിച്ചു. ആളുകളുടെ പാപം വളരെ പെരുത്തു. അവസാനം റബ്ബുൽ തമ്പുരാൻ അവരെ വെള്ളപ്പൊക്കം കൊണ്ട് നശിപ്പിക്കാൻ തീരുമാനിച്ചു. റബ്ബുൽ തമ്പുരാനെ അനുസരിച്ച ഒരേ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. ആ ആൾ നൂഹായിരുന്നു. നൂഹ് റബ്ബിനെ സ്നേഹിച്ചിരുന്നു. റബ്ബുൽ തമ്പുരാൻ നൂഹിനോട് ഒരു വലിയ കപ്പലുണ്ടാക്കാൻ പറഞ്ഞു. എങ്കിൽ വരാൻ പോകുന്ന വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് പറഞ്ഞു. കപ്പലുണ്ടാക്കാൻ അനേകം വർഷങ്ങളെടുത്തു. നൂഹ് കപ്പലുണ്ടാക്കവേ റബ്ബുൽ തമ്പുരാന്റെ ന്യായവിധിയെക്കുറിച്ച് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. ഒരു വെള്ളപ്പൊക്കം വരാൻ പോകുകയാണ് എന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു. പക്ഷേ മുന്നറിയിപ്പുകൾ നൽകിയിട്ടെന്ത്? ജനം അത് വിശ്വസിച്ചില്ല. നോഹിന്റെ മുന്നറിയിപ്പുകൾ അവർ തള്ളിക്കളഞ്ഞു. അവരുടെ ദുഷ്ചെയ്തികളിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല. ചിത്രം 7. വെള്ളപ്പൊക്കം. നാനാതരത്തിലുള്ള മൃഗങ്ങളെയും റബ്ബ് നൂഹിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. നൂഹ് അവയെല്ലാം കപ്പലിൽ കയറ്റി. നൂഹും തന്റെ ഭാര്യയും 3 ആൺമക്കളും അവരുടെ ഭാര്യമാരും എല്ലാവരും കപ്പലിൽ കയറി. കപ്പലിൽ 8 പേരുണ്ടായിരുന്നു, കൂടെ ജന്തുക്കളും. എല്ലാവരും കപ്പലിൽ കയറിയപ്പോൾ റബ്ബുൽ തമ്പുരാൻ കപ്പലിന്റെ വാതിലടച്ചു. 7 ദിവസം കഴിഞ്ഞു. റഹ്മാനായ റബ്ബ് വമ്പിച്ച മഴ പെയ്യിച്ചു. ഭൂമിയിൽ നിന്ന് ജലം ഉറവെടുത്തു. 40 ദിവസത്തിനുള്ളിൽ ഭൂമുഖത്താകെ വെള്ളം നിറഞ്ഞു. കപ്പലിൽ കയറാത്തവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നില്ല. അവരെല്ലാവരും മുങ്ങിച്ചത്തു. നോഹും കുടുംബവും മാത്രം രക്ഷപ്പെട്ടു. കാരണം അവർ റബ്ബിൽ വിശ്വസിച്ചിരുന്നു, റബ്ബിന്റെ കൽപ്പന അവർ അനുസരിച്ചിരുന്നു. ചിത്രം 8. ഇബ്രാഹീമും സാറയും ഇസ്ഹാക്കും. നിരവധി വർഷങ്ങൾ കഴിഞ്ഞു. നോഹിന്റെ പിന്മുറക്കാർ വലിയ ഗോത്രങ്ങളായിത്തീർന്നു. നോഹിന്റെ പിൻതലമുറക്കാരിൽപ്പെട്ട ഒരാളാണ് ഇബ്രാഹിം. റബ്ബുൽ തമ്പുരാനെ സ്നേഹിക്കുകയും അവന്റെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്ത ഒരു നല്ല മനുഷ്യൻ. താൻ വലിയ ഒരു ജനതയായിത്തീരുമെന്ന് ഇബ്രാഹീമിന് റബ്ബുൽ തമ്പുരാൻ വാക്കു നൽകി. ഇബ്രാഹീമും തന്റെ ഭാര്യ സാറയും, അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. അവർ റബ്ബുൽ തമ്പുരാന്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ചു. മറ്റു ഭാര്യമാരിലും ഇബ്രാഹീമിന് മക്കളുണ്ടായി. അവരിലൊരാളാണ് ഇശ്മയേൽ. ഇബ്രാഹീമും സാറയും അവർക്ക് വളരെയധികം പ്രായം ചെന്നപ്പോ റബ്ബുൽ തമ്പുരാന്റെ വാഗ്ദാനപ്രകാരം അവർക്കൊരു പുത്രൻ ജനിച്ചു. അവരാ പുത്രന്, വാഗ്ദത്ത പുത്രന്, ഇസ്ഹാക്ക് എന്ന് പേര് നൽകി. ഇസ്ഹാക്കിലൂടെ എല്ലാ ജനതയെയും തന്റെ പിന്മുറക്കാരെയും അനുഗ്രഹിക്കുമെന്ന് റബ്ബുൽ തമ്പുരാൻ വാഗ്ദാനം ചെയ്തു. ചിത്രം 9. മൂസാ നബിയും റബ്ബുൽ തമ്പുരാന്റെ നിയമവും. ഇസ്ഹാക്കിന്റെ പിൻതലമുറക്കാർ ഒരു വലിയ ജനതയായിത്തീർന്നു. അവരെയാണ് ഇസ്രയേൽ എന്ന് വിളിക്കുന്നത്. ഇസ്ഹാക്കിന്റെ പിൻതലമുറക്കാരിൽപ്പെട്ട ഒരാളായിരുന്നു മൂസാ നബി. അദ്ദേഹം റബ്ബുൽ തമ്പുരാനിൽ വിശ്വസിച്ചു. അവന്റെ കൽപ്പനകൾ അനുസരിച്ചു. ഒരു മലയിലേക്ക് മൂസാ നബിയെ റബ്ബുൽ തമ്പുരാൻ വിളിച്ചു. അവിടെ വെച്ച് റബ്ബുൽ തമ്പുരാൻ മൂസയോട് സംസാരിച്ചു. ജനങ്ങളെ പഠിപ്പിക്കാനായി മൂസക്ക് റബ്ബുൽ തമ്പുരാൻ ചില നിയമങ്ങൾ നൽകി. മലയിറങ്ങി വന്നു മൂസാ നബി. റബ്ബുൽ തമ്പുരാന്റെ നിയമങ്ങൾ ഒരു കൽപ്പലകയിൽ ആലേഖനം ചെയ്തിരുന്നു. ആ നിയമങ്ങൾ എല്ലാവരും അനുസരിക്കണമെന്ന് റബ്ബുൽ തമ്പുരാന് നിർബന്ധമുണ്ടായിരുന്നു. ചിത്രം 10. 10 കൽപ്പനകൾ. റബ്ബുൽ തമ്പുരാൻ മൂസാ നബിക്ക് നൽകിയ കൽപ്പനകൾ വളരെ നല്ല കൽപ്പനകളാണ്. ആ കൽപ്പനകൾ പാലിക്കുന്ന ഏതൊരാൾക്കും റബ്ബുൽ ബറക്കത്തുകൾ ലഭിക്കും. ഇവയാണ് ആ നിയമങ്ങൾ. നാം ഏകനായ സത്യദൈവത്തെ മാത്രം സ്നേഹിക്കുകയും ആരാധിക്കുകയും അനുസരിക്കുകയും വേണം. വിഗ്രഹങ്ങളുണ്ടാക്കരുത്. വിഗ്രഹങ്ങൾക്ക് സുജൂദ് ചെയ്യരുത്. റബ്ബുൽ തമ്പുരാന്റെ നാമം ബഹുമാനമില്ലാത്ത വിധത്തിൽ ഉപയോഗിക്കരുത്. ആഴ്ചയിൽ ഒരു ദിവസം വിശ്രമത്തിന് റബ്ബുൽ തമ്പുരാനെ മാത്രം ആരാധിക്കാൻ നീക്കിവെക്കുക. കുഞ്ഞുങ്ങൾ അവരുടെ മാതാപിതാക്കളെ
മക്കൾ അവരുടെ മാതാപിതാക്കളെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും വേണം. കൊലപാതകം ചെയ്യരുത്, സിനാ ചെയ്യരുത്, കള്ളം പറയരുത്, മറ്റുള്ളവരെ ചതിക്കരുത്, മോഷ്ടിക്കരുത്, അന്യനവകാശപ്പെട്ടത് മോഹിക്കരുത്. ഇതാണ് ആ 10 കൽപ്പനകൾ. ചിത്രം 11. പാപത്തിനു വേണ്ടിയുള്ള ഖുർബാൻ. മൂസാ നബിയുടെ കാലത്ത് ഒരാൾ റബ്ബുൽ തമ്പുരാന്റെ നിയമങ്ങൾ ലംഘിച്ചാൽ അദ്ദേഹം റബ്ബുൽ തമ്പുരാന് ഒരു ആട്ടിൻകുഞ്ഞിനെ ബലി നൽകണമായിരുന്നു, ഖുർബാൻ കഴിക്കണമായിരുന്നു. ആ ആട്ടിൻകുഞ്ഞ് റബ്ബുൽ തമ്പുരാന്റെ നിയമം ലംഘിച്ചവന്റെ സ്ഥാനത്ത് മരിക്കുകയാണ്. റബ്ബുൽ കൽപ്പനകൾ ലംഘിക്കുന്നത് പാപമാണെന്നാണ് ഇത് ജനങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ ആട്ടിൻകുഞ്ഞ് ഒരു പ്രതീകമാണ്. വരാൻ പോകുന്ന വലിയൊരു ബലിയുടെ നിദർശനമാണ് ഈ ആട്ടിൻകുഞ്ഞ്. ഒരു വലിയ ബലി വരാനിരിക്കുന്നു. റബ്ബുൽ തമ്പുരാൻ തന്റെ സ്വന്തം പുത്രൻ ഈശോയെ ഈ ലോകത്തേക്ക് അയക്കാൻ തീരുമാനിച്ചു. ലോകത്തിന്റെ മുഴുവൻ പാപത്തിനു വേണ്ടി ബലിയായിത്തീരാൻ റബ്ബുൽ തമ്പുരാൻ തന്റെ സ്വന്തം പുത്രൻ ഈശോയെ ഈ ലോകത്തേക്ക് അയക്കാൻ തീരുമാനിച്ചു. ചിത്രം 12. വാഗ്ദത്ത രക്ഷകൻ. നിരവധി വർഷങ്ങൾ കഴിഞ്ഞു. സ്വർഗത്തിൽ നിന്നും ഒരു മലക്ക് മറിയമിന്റെ അടുക്കലേക്ക് അയക്കപ്പെട്ടു. മറിയം യോസേഫ് എന്നു പേരായ ഒരാളുമായിട്ട് വിവാഹനിശ്ചയം ചെയ്യപ്പെട്ടിരുന്നു. മലക്ക് മറിയയോട് പറഞ്ഞു, റബ്ബുൽ തമ്പുരാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. നീ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകൂ. അവന് നീ ഈശോ എന്ന് പേരിടണം. മറിയം ചോദിച്ചു, ഞാനൊരു കന്യകയല്ലേ, എനിക്കിങ്ങനൊരു കുഞ്ഞുണ്ടാകാൻ? മലക്ക് പറഞ്ഞു, റൂഹുൽ ഖുദുസ് നിന്റെ മേൽ നിഴലിടും. നീ പ്രസവിക്കാൻ പോകുന്ന, ജനിക്കാനിരിക്കുന്ന ആ പരിശുദ്ധൻ റബ്ബുൽ തമ്പുരാന്റെ പുത്രനായിരിക്കും. സ്വപ്നത്തിൽ യോസേഫിനും മലക്ക് പ്രത്യക്ഷപ്പെട്ടു. മലക്ക് യോസേഫിനോട് പറഞ്ഞു, മറിയമിനെ ഭാര്യയായി സ്വീകരിക്കുന്നതിന് നീ മടിക്കേണ്ടതില്ല. കാരണം അവർ ഗർഭവതിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. അവർ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകും. അവന് നീ ഈശോ എന്ന് പേരിടണം. ഈശോ എന്ന പദത്തിന്റെ അർത്ഥം രക്ഷകനെന്നാണ്. യോസേഫ് മറിയമിനെ ഭാര്യയായി സ്വീകരിച്ചു. ചിത്രം 13. ഈശോയുടെ ജനനം. പേര് രജിസ്റ്റർ ചെയ്യുന്നതിന് തങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ പട്ടണത്തിലേക്ക് എല്ലാവരും തിരിച്ചു ചെല്ലണമെന്ന് രാജവിളംബരമുണ്ടായി. അങ്ങനെ ബെത്ലഹേം പട്ടണത്തിലേക്ക് യാത്ര ചെയ്യാൻ മറിയമും യോസേവും നിർബന്ധിതരായി. അവർ പട്ടണത്തിലെത്തിയപ്പോൾ അവർക്ക് താമസിക്കാൻ ഒരിടവും കിട്ടിയില്ല. ഒരു കാലിത്തൊഴുത്ത് മാത്രമേ അവർക്ക് ലഭിച്ചുള്ളൂ. അവിടെയാണ് മറിയം തന്റെ കുഞ്ഞ് ഈശോക്ക് ജന്മം നൽകിയത്. അന്ന് രാത്രി ഒരു മാലാഖ ചില ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സുവിശേഷം നൽകുന്നു. ആ സുവിശേഷം മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. ഇന്ന് നിങ്ങൾക്ക് രക്ഷകൻ ജനിച്ചിരിക്കുന്നു. കർത്താവായ ക്രിസ്തുവാണ് ആ രക്ഷകൻ. പെട്ടെന്ന് ആകാശത്തിൽ ധാരാളം മലക്കുകൾ പ്രത്യക്ഷരായി. അവർ ഗാനങ്ങൾ ആലപിക്കുകയും റബ്ബുൽ തമ്പുരാനെ സ്തുതിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ആട്ടിടയന്മാർ പരസ്പരം അടക്കം പറഞ്ഞു, നമുക്ക് ബെത്ലഹേമിലേക്ക് പോകാം. എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് നേരിൽ കാണാം. അവർ ഈശോയെ കണ്ടപ്പോൾ അവർ അവിടത്തെക്കുറിച്ച് കേട്ടതെല്ലാം എല്ലാവരോടും പറഞ്ഞു. അത് കേട്ടവർ അത്ഭുത പരതന്ത്രരായി. ചിത്രം 14. ഈശോ എന്ന അധ്യാപകൻ. മറിയമിന്റെയും യോസേഫിന്റെയും ഗൃഹത്തിൽ ഈശോ വളർന്നു. ഈശോക്ക് 12 വയസ്സായപ്പോൾ മറിയമും യോസേഫും അവനെയും കൂട്ടി യെരുശലേമിലേക്ക് പോയി. അവിടെയുള്ള നേതാക്കന്മാരോടും റബ്ബിമാരോടും റബ്ബുൽ തമ്പുരാനെക്കുറിച്ച് ഈശോ സംസാരിച്ചു. അവര് പറയുന്നതെല്ലാം ഈശോ കേട്ടു. അവരോട് ഈശോ ചോദ്യങ്ങൾ ചോദിച്ചു. റബ്ബുൽ തമ്പുരാനെക്കുറിച്ചുള്ള ഈശോയുടെ ആ അറിവിൽ അവരെല്ലാം അത്ഭുതം കൂറി. ഈശോക്ക് 30 വയസ്സായി. ഈശോ റബ്ബുൽ തമ്പുരാനെക്കുറിച്ച് ജനങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങി. അവിടുത്തെ അധ്യാപനങ്ങളിൽ ധാരാളം ആളുകൾ വിശ്വസിക്കുകയും അവർ അവിടുത്തെ പിന്തുടരുകയും ചെയ്തു. എല്ലാവരും അവരെ ഇത്തിബായ് ചെയ്തില്ലെങ്കിലും ധാരാളം ആളുകൾ അവിടുത്തെ ഇത്തിബായ് ചെയ്തു. ചില ആളുകൾ അവിടുന്ന് വിശ്വസിച്ചില്ല. അവർ അവിടുത്തെ എതിർത്തു. ചിത്രം 15. ഈശോയുടെ അത്ഭുതങ്ങൾ. റബ്ബുൽ തമ്പുരാനിൽ നിന്നും വമ്പിച്ച ശക്തി ഈശോ കൈവരിച്ചിരുന്നു. ധാരാളം അത്ഭുതങ്ങൾ അവിടുന്ന് ചെയ്തു. അവിടുന്ന് രോഗികളെ ശിഫയാക്കി, അന്ധർക്ക് കാഴ്ചശക്തി നൽകി. അവിടുന്ന് മരിച്ചവരോട് സംസാരിച്ചു.
മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. കൊടുങ്കാറ്റുകളെ അവിടുന്ന് ശാന്തമാക്കി. അവിടുന്ന് വെള്ളത്തിന് മുകളിലൂടെ നടന്നുപോയി. ഈ അത്ഭുതങ്ങളെല്ലാം ആളുകൾ കണ്ടപ്പോൾ ധാരാളം ആളുകൾ അവിടുന്ന് ദൈവത്തിൽ നിന്ന് വന്നവനാണെന്ന് വിശ്വസിച്ചു. റബ്ബുൽ-ആലമീനായ തമ്പുരാനിൽ നിന്ന് വന്നവനാണ് അവിടുന്ന് എന്ന് അവരെല്ലാം ഈമാൻ കൊണ്ടു. ഈശോ ചെയ്തതും പറഞ്ഞതുമായ കാര്യങ്ങളിൽ അവർ അത്ഭുതം കൂറി. നമ്മെ സഹായിക്കാനുള്ള ശക്തിയും ഈശോക്കുണ്ട്. ചിത്രം 16. ഈശോ കഷ്ടം സഹിക്കുന്നു. ഈശോ അത്ഭുത കാര്യങ്ങൾ ചെയ്തു. ധാരാളം അത്ഭുത പ്രവൃത്തികൾ അവിടുന്ന് കാണിച്ചു. ധാരാളം ആളുകൾ അവിടുത്തെ ഇത്തിബായ് ചെയ്തു. അനവധി ആളുകളെ അവിടുന്ന് സഹായിച്ചു. അവർക്ക് റബ്ബുൽ-ആലമീനായ തമ്പുരാന്റെ വഴികൾ അവിടുന്ന് പഠിപ്പിച്ചു. റബ്ബുൽ-ആലമീനായ തമ്പുരാന്റെ മഹബത്ത് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനാണ് അവിടുന്ന് വന്നണഞ്ഞത്. ആളുകളെ റബ്ബുൽ-ആലമീനായ തമ്പുരാന്റെ അടുക്കലേക്ക് തിരിച്ചു കൊണ്ടുപോകാനാണ് അവിടുന്ന് ആഗമനം കൊണ്ടത്. എന്നിരുന്നാലും മതനേതാക്കന്മാർക്ക് ഈശോയോട് ഹസദായി. അവരുടെ കൽബുകൾ കടുത്തുപോയി. അവർ റബ്ബുൽ-ആലമീനായ തമ്പുരാനിൽ നിന്ന് വന്നവനാണ് ഈശോ എന്ന് വിശ്വസിച്ചില്ല. അവർ റബ്ബുൽ-ആലമീനായ തമ്പുരാന്റെ നിയമങ്ങൾ ലംഘിച്ചു എന്ന യാഥാർത്ഥ്യം സമ്മതിക്കാൻ പോലും അവർ വിസമ്മതിച്ചു. അവർ പാപികളായിരുന്നു. ആ നേതാക്കന്മാർ ഈശോയെക്കുറിച്ച് കള്ളം പറഞ്ഞു. അവർ അവിടുത്തെ അറസ്റ്റ് ചെയ്യിച്ചു. പടയാളികൾ ഈശോയെ ചമ്മട്ടികൊണ്ട് പ്രഹരിച്ചു. അവർ മുൾക്കിരീടമുണ്ടാക്കി ഈശോയുടെ ശിരസിൽ ചാർത്തി. അവർ അവിടുത്തെ പരിഹസിച്ചു. ഓർക്കണം, ഈശോ റബ്ബുൽ-ആലമീനായ തമ്പുരാന്റെ പുത്രനാണ്. ഈ ആളുകളെ നശിപ്പിക്കാനുള്ള ശക്തി ഈശോക്കുണ്ടായിരുന്നു. പക്ഷേ അവിടുന്ന് അവരെ തടഞ്ഞില്ല. ഇത് റബ്ബുൽ-ആലമീനായ തമ്പുരാന്റെ തഖ്ദീറാണെന്ന് അവിടുന്ന് അറിഞ്ഞിരുന്നു. ചിത്രം 17. ഈശോ ക്രൂശിക്കപ്പെടുന്നു. പടയാളികൾ ഈശോയെ ഒരു മരക്കുരിശിൽ ആണിയടിച്ചു തറച്ചു. മരിക്കുന്നതുവരെ ആ മരക്കുരിശിൽ അവിടുന്ന് തൂങ്ങിക്കിടന്നു. അക്കാലത്ത് നിയമലംഘകരെ ഈ രീതിയിലായിരുന്നു ശിക്ഷിച്ചിരുന്നത്, ഇത്രയും ക്രൂരമായ രീതിയിൽ. 2 കുറ്റവാളികളും ഈശോയോടൊപ്പം ക്രൂശിക്കപ്പെട്ടിരുന്നു. പക്ഷേ ഈശോ കുറ്റവാളിയായിരുന്നില്ല. ഒരു കുറ്റവും അവിടുന്ന് ചെയ്തിരുന്നില്ല. നാം അർഹിക്കുന്ന ശിക്ഷ അവിടുന്ന് ഏറ്റുവാങ്ങുകയായിരുന്നു. നാമെല്ലാം പാപം ചെയ്തു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നാം മരിക്കണം. ആളുകളുടെ പാപങ്ങൾക്ക് വേണ്ടി മറുവില നൽകാൻ ഈശോ ബലിയാടായിത്തീർന്നു. നാം പാപികളാണെന്നും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഈശോ മരിച്ചുവെന്നും നാം വിശ്വസിക്കുകയാണെങ്കിൽ, അങ്ങനെ നമ്മുടെ പാപങ്ങളിൽ നിന്നും നാം പിന്മാറുകയാണെങ്കിൽ, റബ്ബുൽ-ആലമീനായ തമ്പുരാൻ നമുക്ക് പുറത്തുതരും. അവൻ നമ്മുടെ പാപങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകും. കർത്താവായ ഈശോയിൽ വിശ്വസിക്കൂ, എങ്കിൽ നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാം. ചിത്രം 18. ഉയിർത്തെഴുന്നേൽപ്പ്. ഈശോയുടെ ശത്രുക്കൾ വിചാരിച്ചത് അവർ അവിടുത്തെ നശിപ്പിച്ചു കഴിഞ്ഞു എന്നാണ്. പക്ഷേ സംഗതി അങ്ങനെയായിരുന്നില്ല. ഈശോ കുരിശിൽ മരിച്ച ശേഷം അവിടുത്തെ സുഹൃത്തുക്കൾ അവിടുത്തെ ജഡത്തെ ഒരു ഗുഹയിൽ വെച്ചു. ഗുഹയുടെ കവാടം അവർ വലിയ ഒരു കല്ലുകൊണ്ട് അടച്ചു. 2 ദിവസം കടന്നുപോയി. 3-ാം ദിവസം ഈശോ മരിച്ചവരിൽ നിന്നും ഉയിർത്തെഴുന്നേറ്റു. ഏതാനും സ്ത്രീകൾ ഗുഹയുടെ അടുത്തേക്ക് പോയിരുന്നു. കല്ല് നീങ്ങിപ്പോയതവർ കണ്ടു. ഈശോയുടെ ശരീരം അവിടെ ഉണ്ടായിരുന്നില്ല. 2 മലക്കുകൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരോട് പറഞ്ഞു, ഈശോ ജീവിച്ചിരിക്കുന്നു. അവർ പറഞ്ഞു, അവിടുന്ന് ഇവിടെ ഇല്ല, അവിടുന്ന് ഉയിർത്തെഴുന്നേറ്റിരിക്കുന്നു. അതേ, ഈശോ മരിച്ചവരിൽ നിന്നും ഉയിർത്തെഴുന്നേറ്റിരിക്കുന്നു. താൻ റബ്ബുൽ-ആലമീനായ തമ്പുരാൻ തന്നെയാണെന്ന് അവിടുന്ന് തെളിയിച്ചു. അവിടുന്ന് ശൈത്താനെയും മരണത്തെയും എന്നേക്കുമായി കീഴടക്കി. ചിത്രം 19. തോമാസ് വിശ്വസിക്കുന്നു. മരിച്ചവരിൽ നിന്നും ഈശോ ഉയിർത്തെഴുന്നേറ്റ ശേഷം തന്റെ ശിഷ്യന്മാർക്ക് അവിടുന്ന് പ്രത്യക്ഷനായി. അവരോടൊപ്പം സംസാരിക്കുകയും അവരുടെ കൂടെ അവിടുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്തു. തോമാസ് എന്നു പേരായ ഒരു ശിഷ്യൻ അവരോടൊപ്പം ഉണ്ടായിരുന്നില്ല. ഈശോ ജീവിച്ചിരിക്കുന്നുവെന്ന് അദ്ദേഹത്തിന് വിശ്വാസം വന്നില്ല. അദ്ദേഹം പറഞ്ഞു, അവിടുത്തെ ആണിപ്പഴുതുകളിൽ ഞാൻ തൊടുന്നതുവരെ ഞാൻ ഈ പറയുന്നത് വിശ്വസിക്കുകയില്ല. 1 ആഴ്ച കഴിഞ്ഞു. ഈശോ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഈ സമയത്ത് തോമാസ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾ ചിത്രത്തിൽ കാണുന്നതുപോലെ. തോമാസ് അവിടുത്തെ കാൽക്കൽ വീണുകൊണ്ട് പറഞ്ഞു, എന്റെ കർത്താവേ. തോമാസിന്റെ സംശയങ്ങളെല്ലാം നീങ്ങിപ്പോയി. ഈശോ പറഞ്ഞു, നീ കണ്ടത് നിമിത്തം നീ എന്നിൽ വിശ്വസിക്കുന്നു. എന്നെ കാണാതെ വിശ്വസിക്കുന്നവർ അനുഗ്രഹീതർ, അവർ ബറക്കത്തുടയവർ. കാണാതെ തന്നെ അവരെന്നിൽ വിശ്വസിക്കുന്നുവല്ലോ എന്ന്. ചിത്രം 20. സ്വർഗാരോഹണം. മരിച്ചവരിൽ നിന്നും ഉയിർത്തെഴുന്നേറ്റ ശേഷം യേശു ധാരാളം ആളുകൾക്ക് പ്രത്യക്ഷനായി. അവർ അവിടുത്തെ കണ്ടു. അവിടുന്ന് ജീവിച്ചിരിക്കുന്നുവെന്ന്
അവരറിഞ്ഞു. 40 ദിവസം കഴിഞ്ഞ് അവിടുന്ന് സ്വർഗത്തിലേക്ക് തിരിച്ചു പോകേണ്ട സമയമായി. ഭൂമിയിൽ അവിടുന്ന് ചെയ്യേണ്ട പ്രവൃത്തികളെല്ലാം അവിടുന്ന് പൂർത്തീകരിച്ചിരുന്നു. ഈശോ പറഞ്ഞു, നിങ്ങൾ പോയി എല്ലാ ദേശത്തും ശിഷ്യന്മാരെ ഉണ്ടാക്കുക. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് മുഴുവൻ അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുക. ശിഷ്യന്മാർ നോക്കി നിൽക്കെ ഈശോ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷനായി. അവിടുന്ന് ഉയർന്നുപോയി മേഘങ്ങളിൽ അപ്രത്യക്ഷനായി. 2 മാലാഖമാർ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. മാലാഖമാർ ശിഷ്യന്മാരോട് പറഞ്ഞു, ഒരു ദിനം ഈശോ തിരിച്ചുവരും. അവിടുന്ന് സ്വർഗാരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ട അതേ രീതിയിൽ. ഈശോ ഇന്ന് സ്വർഗത്തിലാണ്. തന്നെ പിൻപറ്റുന്നവർക്ക് വേണ്ടി ഒരു സ്ഥലം അവിടുന്ന് തയ്യാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും കർത്താവായ ഈശോയിൽ വിശ്വസിക്കുമോ? അവിടുത്തെ അനുസരിക്കുമോ? ഈശോ തിരിച്ചു വരുമ്പോൾ അവിടുത്തെ കണ്ടുമുട്ടാനായി നിങ്ങളും ഒരുങ്ങിയിരിക്കുമോ? ചിത്രം 21. ഒഴിഞ്ഞുകിടക്കുന്ന കുരിശ്. എന്തിനാണ് ഈശോ കുരിശിൽ മരിച്ചത്? പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും പാപികളെ രക്ഷിക്കുന്നതിനു വേണ്ടി ഈശോ മരിച്ചു. ഈശോ ഒരിക്കലും പാപം ചെയ്തില്ല. റബ്ബുൽ-ആലമീനായ തമ്പുരാനിൽ നിന്നും നമ്മെ വേർപെടുത്തുന്ന പാപം നമ്മിൽ നിന്ന് എടുത്തുകളയാനാണ് അവിടുന്ന് മരിച്ചത് എന്നത്രേ. ഈശോ പരിശുദ്ധനാണ്, പാപരഹിതനാണ്, റബ്ബുൽ-ആലമീനായ തമ്പുരാന്റെ കുഞ്ഞാടാണ്. നമുക്ക് വേണ്ടി അവിടുന്ന് ബലിയാടാക്കപ്പെട്ടു. പടച്ച തമ്പുരാൻ നമുക്ക് പുറത്തു തരട്ടെ. ഈശോ നമ്മെ റഹ്മാനായ റബ്ബിന്റെ മക്കളാക്കി മാറ്റുന്നു. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം കർത്താവായ ഈശോയുടെ അനുയായി ആകുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിത്തരും. ചിത്രം 22. 2 വഴികൾ. നിത്യജീവനിലേക്കുള്ള 2 വഴികൾ ഈശോ പഠിപ്പിച്ചു. പാപത്തിന്റെ വിശാലമായ വഴിയിലൂടെയാണ് എല്ലാവരും സഞ്ചരിക്കുന്നത്. നമുക്കെല്ലാം പാപപ്രകൃതമുണ്ട്. അതാണ് കാരണം. അത് നാം ആദമിൽ നിന്നും അനന്തരമെടുത്തതാണ്. റഹ്മാനായ റബ്ബിലേക്ക് നയിക്കുന്ന പാത ഇടുങ്ങിയ പാതയാണ്. അതാണ് സ്വർഗത്തിലെ നിത്യജീവനിലേക്ക് നയിക്കുന്നത്. നിത്യജീവിതത്തിലേക്ക് നയിക്കുന്ന പാത ഇടുങ്ങിയ പാതയാണ്. നാം ഇടുങ്ങിയ പാതയിലൂടെ നടക്കണം. ആ ഇടുങ്ങിയ പാതയിലേക്ക് നാം തിരിയണമെന്നാണ് ഈശോ പഠിപ്പിച്ചത്. ചിത്രത്തിൽ നിങ്ങൾക്കൊരു കുരിശ് കാണാം. ഇടുങ്ങിയ പാതയിലേക്കുള്ള പ്രവേശന കവാടത്തിലാണ് ആ കുരിശ് നിലകൊള്ളുന്നത്. നാം ആ വഴിയിൽ പ്രവേശിക്കുന്നു. നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുതപിക്കുമ്പോൾ അതാണ് സംഭവിക്കുന്നത്. നാം ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു എന്ന് വിശ്വസിക്കുമ്പോൾ അതത്രേ സംഭവിക്കുന്നത്. പാപത്തിൽ നിന്ന് പിന്മാറാൻ അധിക പേരും ഒരുക്കമില്ല. സ്വർഗത്തിലേക്കുള്ള വഴി അവർക്ക് അങ്ങേയറ്റം കുടുസായതത്രേ. അവർ വിശാലമായ വഴിയെ പിന്തുടരുന്നു. അങ്ങനെ നരകത്തിലേക്ക് കൂപ്പുകുത്തുന്നു. നിങ്ങൾ ഏത് വഴി പിന്തുടരും? നിങ്ങൾക്ക് റഹ്മാനായ റബ്ബിനോട് സംസാരിച്ചുകൂടെ? നിങ്ങൾ റഹ്മാനായ റബ്ബിനോട് പറയണം, ഇലാഹായ റബ്ബേ, നീ വലിയവനാണ്, നീ പരിശുദ്ധനാണ്. ഞാൻ പാപം ചെയ്തുപോയി എന്ന് ഞാൻ നിന്നോട് കുമ്പസരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു എന്റെ പാപത്തിനുള്ള ശിക്ഷ ഏറ്റുവാങ്ങാനായി ഈശോ കുരിശിൽ മരിച്ചുവെന്ന്. നീ എനിക്ക് മാപ്പ് തന്നാലും എനിക്ക് മഗ്ഫിറത്ത് തന്നാലും പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിച്ചാലും എന്നെ നിന്റെ മക്കളിൽ ഒരാളാക്കിയാലും ഈശോയുടെ വഴി പിന്തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ മരിക്കുമ്പോൾ സ്വർഗത്തിൽ അങ്ങയോടൊപ്പം കഴിയാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, സ്തുതി. ചിത്രം 23. റബ്ബുൽ-ആലമീനായ തമ്പുരാന്റെ മക്കൾ. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് ഈശോയെ കാണാം. ഈശോ എല്ലാ വിഭാഗം ഗോത്രങ്ങളിൽ നിന്നും ദേശങ്ങളിൽ നിന്നും ഭാഷാ സമൂഹങ്ങളിൽ നിന്നുമുള്ള ആളുകളെ സ്വാഗതം ചെയ്യുകയാണ്. അവർ അവിടുന്ന് വിശ്വസിക്കുന്നു. അവർ റബ്ബുൽ-ആലമീനായ തമ്പുരാന്റെ മക്കളായി തീർന്നിരിക്കുകയാണ്. അവർ ഇടുങ്ങിയ വഴിയിലാണുള്ളത്, സ്വർഗത്തിലേക്ക് നയിക്കുന്ന ഇടുങ്ങിയ വഴിയിൽ. റബ്ബുൽ-ആലമീനായ തമ്പുരാന്റെ മക്കൾ ഒരു വലിയ കുടുംബം പോലെയാണ്. അവരിൽ സമ്പന്നരുണ്ടാകാം, പാവങ്ങളുണ്ടാകാം, കറുത്തവരും വെളുത്തവരുമുണ്ടാകാം, ആണുങ്ങളുണ്ടാകാം, പെണ്ണുങ്ങളുണ്ടാകാം, കുഞ്ഞുങ്ങളുണ്ടാകാം. എല്ലാവരും കർത്താവായ ഈശോയാൽ ഐക്യപ്പെട്ടിരിക്കുന്നു. ചിത്രം 24. വീണ്ടും ജനിക്കുക. ഈശോ ഭൂമിയിലായിരുന്നപ്പോൾ ഒരു പ്രധാനപ്പെട്ട മതാധ്യാപകനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരത്രേ നിക്കോദമസ്. ഒരു ദിവസം രാത്രി നിക്കോദമസ് ഈശോയുടെ അടുക്കൽ വന്നു. ചില ചോദ്യങ്ങൾ ചോദിക്കാനാണ് അദ്ദേഹം വന്നണഞ്ഞത്. ഈശോ ഒരു അത്ഭുത കാര്യം അദ്ദേഹത്തോട് പറഞ്ഞു. റബ്ബുൽ-ആലമീനായ തമ്പുരാന്
അവകാശപ്പെട്ടവരാകാൻ ആഗ്രഹിക്കുന്നവർ വീണ്ടും ജനിക്കണം. ഇതാണ് യേശു പറഞ്ഞത്. നാം നമ്മുടെ മാതാപിതാക്കളുടെ കുടുംബത്തിൽ പ്രവേശിക്കുന്നത് നമ്മളതിൽ ജനിക്കുമ്പോഴാണ്. നാം റബ്ബുൽ ആലമീനായ തമ്പുരാന്റെ കുടുംബത്തിൽ പ്രവേശിക്കുന്നതോ നാം രണ്ടാമത് ജനിക്കുന്ന അവസരത്തിലാണ്. ആദ്യത്തേത് ശാരീരികമായ ജന്മമാണെങ്കിൽ രണ്ടാമത്തേത് ആത്മീയമായ പുനർജന്മമാണ്. ഈ ആത്മീയമായ ജനനത്തിലൂടെ റബ്ബുൽ ആലമീനായ തമ്പുരാന്റെ റൂഹുൽ ഖുദ്സ് നമുക്കൊരു പുതുജീവൻ പ്രദാനം ചെയ്യുന്നു. അത് ഈശോയുടെ ജീവിതമാണ്. നാം അത് അവിടുത്തെ അനുധാവനം ചെയ്യുമ്പോൾ, അവിടുത്തെ ഇത്തിബായ് ചെയ്യുമ്പോൾ സ്വീകരിക്കുന്നു. നാം അപ്പോൾ പുതിയ ആളുകളായിത്തീരുന്നു. നാം റബ്ബുൽ ആലമീനായ തമ്പുരാന്റെ സ്വന്തം ജനമായി മാറുന്നു. ചിത്രം 25. റൂഹുൽ ഖുദ്സ് വരുന്നു. ഈശോ സ്വർഗത്തിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് തന്റെ ശിഷ്യന്മാർക്ക് ഒരു വാഗ്ദാനം നൽകി. റൂഹുൽ ഖുദ്സിനെ അവരുടെ അടുക്കലേക്ക് അയക്കുമെന്ന്. 10 ദിവസം കഴിഞ്ഞപ്പോൾ, ഈശോ സ്വർഗത്തിലേക്ക് തിരിച്ചുപോയി 10 ദിവസം കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ ഒന്നിച്ചൊരിടത്തിരിക്കുകയായിരുന്നു. അവരെ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം. പെട്ടെന്ന് വലിയൊരു ശബ്ദമുണ്ടായി. ഒരു കൊടുങ്കാറ്റ് പോലുള്ള ശബ്ദം. തീ പോലുള്ള നാവുകൾ അവർക്ക് മുകളിൽ പ്രത്യക്ഷപ്പെട്ടു. റൂഹുൽ ഖുദ്സ് വന്ന് അവരിൽ നിറഞ്ഞു. ഈശോ വാഗ്ദാനം ചെയ്തതുപോലെ തന്നെ എല്ലാ ജാതികളിൽ നിന്നുമുള്ള ആളുകൾ അന്ന് യെരൂശലേമിൽ ഉണ്ടായിരുന്നു. ശിഷ്യന്മാർക്ക് അവരുടെ സ്വന്തം ഭാഷകളിൽ സംസാരിക്കാനുള്ള ശക്തി ലഭിച്ചു. റബ്ബുൽ ആലമീനായ തമ്പുരാൻ ചെയ്ത അത്ഭുത പ്രവൃത്തികളെക്കുറിച്ച് അവർ സംസാരിച്ചു. 3000 ആളുകൾ അന്ന് ഈശോയിലേക്ക് തിരിഞ്ഞു. ഇന്ന് ഈശോയെ യഥാർത്ഥത്തിൽ ഇത്തിബായ് ചെയ്യുന്ന, എല്ലാ കാര്യത്തിലും അവിടുത്തെ പിൻപറ്റുന്ന ആളുകളിൽ, ഇന്നും ഈശോയെ എല്ലാ കാര്യങ്ങളിലും യഥാർത്ഥമായും ഇത്തിബായ് ചെയ്യുന്നവരിൽ റൂഹുൽ ഖുദ്സ് വസിക്കുന്നു. റൂഹുൽ ഖുദ്സ് ഈശോയെ അനുസരിക്കാനുള്ള ശക്തി അവർക്ക് പ്രദാനം ചെയ്യുന്നു. ഈശോയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാനുള്ള തൗഫീഖും റൂഹുൽ ഖുദ്സ് അവർക്ക് പ്രദാനം ചെയ്യുന്നു. ചിത്രം 26. പ്രകാശത്തിൽ നടക്കൽ. ഒരാൾ യേശുവിൽ വിശ്വസിക്കുന്നതിന് മുമ്പ് ചിത്രത്തിൽ കാണുന്നത് പോലെ അയാൾ ഇരുളിൽ നടക്കുകയാണ്. അയാൾ ഇടറി വീഴുന്നു. അയാൾ ഇടറി വീഴുന്നതിന് കാരണം അയാളെ വഴി നയിക്കാൻ ഒരു വെളിച്ചമില്ലാത്തതാണ്. നാം കർത്താവായ ഈശോയിൽ വിശ്വസിക്കുമ്പോൾ നാം വിശാലമായ വഴിയിലൂടെ വെയിലത്ത് നടക്കുന്ന ഒരാളെപ്പോലെയാകും. എങ്ങോട്ടാണ് പോകുന്നതെന്ന് അയാൾക്ക് കാണുവാനാകും. അയാൾ ഇടറി വീഴുന്നില്ല. വഴി എത്ര പരുക്കനായാലും അയാൾക്ക് വീഴ്ചയില്ല. ഈശോ പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഒരാൾ എന്നെ പിന്തുടരുമ്പോൾ, എന്നെ ഇത്തിബായ് ചെയ്യുമ്പോൾ അയാൾ ഇരുളിൽ നടക്കുന്നില്ല, അയാൾ വെളിച്ചത്തിലാണ് നടക്കുന്നത്. അവിടുത്തെ വഴിയിൽ മോമിനീങ്ങൾക്ക് ഹിദായത്ത് നൽകാൻ അവിടുന്ന് അവർക്ക് റൂഹുൽ ഖുദ്സിനെ പ്രദാനം ചെയ്യുന്നു. ചിത്രം 27. ഒരു പുതിയ വ്യക്തി. ഈശോയെ പിന്തുടരുന്ന ഓരോ ആളും ഒരു പുതിയ വ്യക്തിയാണ്. റബ്ബുൽ ആലമീനായ തമ്പുരാന്റെ വചനമനുസരിക്കുകയാണ് അയാൾ. റബ്ബുൽ ആലമീനായ തമ്പുരാൻ അദ്ദേഹത്തിന്റെ പാപങ്ങൾ മാപ്പാക്കിയിരിക്കുന്നു. അയാൾക്കൊരു പുതുജീവൻ നൽകിയിരിക്കുന്നു. അതിൽ അയാൾ കൃതാർത്ഥനാണ്. റബ്ബുൽ ആലമീനായ തമ്പുരാനെ അതിർത്തിപ്പെടുത്തുന്ന ഒരു കാര്യവും ചെയ്യാൻ അയാൾ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയാണൊരു മുഅ്മിൻ. ഈശോയിൽ വിശ്വസിക്കുന്ന ഒരു മുഅ്മിൻ സിനാ ചെയ്യുകയില്ല, അടിപിടി കൂടുകയില്ല, മോഷ്ടിക്കുകയോ ബിംബാരാധന നടത്തുകയോ ചെയ്യുകയില്ല. മുഅ്മിനുകൾക്ക് റൂഹുൽ ഖുദ്സ് ദുഷിച്ച എല്ലാ വഴികളിൽ നിന്നും പിന്മാറാനുള്ള ഖുവ്വത്ത് പ്രദാനം ചെയ്യുന്നു, നന്മ ചെയ്യാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുന്നു. ചിത്രം 28. ക്രിസ്തീയ കുടുംബം. ഒരു കുടുംബം ഈശോയിൽ യഥാർത്ഥമായും നടക്കുകയാണെങ്കിൽ, ഒരു കുടുംബം ഈശോയുടെ മാർഗത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ, ആ കുടുംബത്തിലെ പുരുഷൻ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നു, സ്ത്രീ തന്റെ ഭർത്താവിനെ ആദരിക്കുന്നു. ഇതാണ് റബ്ബുൽ ആലമീനായ തമ്പുരാന്റെ വചനം പഠിപ്പിക്കുന്നത്. ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം സഹകരിക്കുന്നു. അവർ തങ്ങളുടെ മക്കളെ റബ്ബുൽ ആലമീനായ തമ്പുരാനെ മഹബത്ത് ചെയ്യാൻ പഠിപ്പിക്കുന്നു, അവന്റെ കലിമത്തിനെ അനുസരിക്കാൻ പഠിപ്പിക്കുന്നു. റബ്ബുൽ ആലമീനായ തമ്പുരാനെ ആദരിക്കുന്ന കുടുംബം റബ്ബിനോട് പ്രാർത്ഥിക്കുകയും സൗഹാർദ്ദത്തോടെ ഒന്നുചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ചിത്രം 29. നീ നിന്റെ ശത്രുവിനെ പോലും സ്നേഹിക്കുക. സകലരെയും സ്നേഹിക്കാൻ തന്റെ അനുയായികളെ ഈശോ പഠിപ്പിച്ചു. നാം നമ്മുടെ ശത്രുക്കളെപ്പോലും സ്നേഹിക്കണം. ഈശോ ഒരു കഥ പറഞ്ഞു. അത് റോഡിലൂടെ സഞ്ചരിക്കുന്ന ഒരാളെക്കുറിച്ചുള്ള കഥയാണ്.
കൊള്ളക്കാർ വന്ന് അയാളെ ആക്രമിച്ചു. അവർ അദ്ദേഹത്തെ മർദ്ദിച്ചു. മറ്റൊരു ഗോത്രത്തിൽപ്പെട്ട ആൾ അതുവഴി കടന്നുപോയി. അവർ അങ്ങേയറ്റം മുറിവേൽപ്പിക്കപ്പെട്ട ഈ മനുഷ്യനെ കണ്ടു. അവർ അദ്ദേഹത്തിന്റെ മുറിവുകളിൽ മരുന്ന് വെച്ച് കെട്ടിക്കൊടുത്തു. അദ്ദേഹത്തെ അയാൾ തന്റെ കഴുതപ്പുറത്ത് വഹിച്ചുകൊണ്ട് ഒരു സത്രത്തിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് അദ്ദേഹത്തെ പരിചരിച്ചു. അദ്ദേഹം ആ സത്രം സൂക്ഷിപ്പുകാരന് സംഖ്യ നൽകിയിട്ട് പറഞ്ഞു, ഞാൻ വരുന്നതുവരെ നിങ്ങൾ ഇദ്ദേഹത്തെ നോക്കിക്കൊള്ളണം. ഇദ്ദേഹം സുഖം പ്രാപിക്കുന്നതുവരെ നിങ്ങൾ ഇദ്ദേഹത്തെ ശുശ്രൂഷിക്കണം. അതിനുള്ള സംഖ്യ ഇതാണ്, ഇത് വെച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ഈശോ പറഞ്ഞു, നാമും ഇതുപോലെ എല്ലാവരെയും സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യണം. ആവശ്യത്തിലുള്ളവരെ സഹായിക്കണം. അവർ മറ്റ് ഗോത്രങ്ങളിലെയോ വർഗങ്ങളിലെയോ മറ്റ് മതങ്ങളിലെയോ ആളുകളാണെങ്കിലും ശരി, നാം ആവശ്യത്തിലുള്ള ഏതൊരാളെയും സഹായിക്കേണ്ടതാണ്. ചിത്രം 30. ഈശോ ആത്മീയ ശക്തിയുള്ളവനും ചൈതന്യമുള്ളവനും. ഈ ചിത്രത്തിൽ ചില ആളുകളെ കാണാം. അവർ വിഗ്രഹങ്ങൾ ചുട്ടുചാമ്പലാക്കുകയാണ്. അവർ സാത്താനെ ആരാധിക്കുന്നവരായിരുന്നു മുമ്പ്. പക്ഷെ ഇന്നവർ ഈശോയെ ഇത്തിബായ് ചെയ്യുകയാണ്. ഈശോയെ ഇത്തിബായ് ചെയ്യുന്നവർ ദുരാത്മാക്കളെ ആരാധിക്കരുത്, ഇബിലീസിന്, ശൈത്താന്മാർക്ക് ഇബാദത്ത് ചെയ്യരുത്. നാം ശൈത്താന്മാരെ പേടിക്കേണ്ടതില്ല. ശൈത്താന്മാർക്ക് നമ്മൾ ഒരിക്കലും ദാസ്യവേല ചെയ്യരുത്. ശൈത്താനേക്കാൾ എത്രയോ ശക്തനാണ് കർത്താവ്. ശൈത്താനുമായി, ഇബിലീസുമായി, ഇബിലീസിന്റെ കൂട്ടാളികളുമായി ബന്ധിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും മുഅ്മിനീങ്ങൾ കൈയൊഴിയേണ്ടതാണ്. ഈശോ നമ്മെ സംരക്ഷിച്ചുകൊള്ളും. അവിടുന്ന് നമ്മെ സംരക്ഷിച്ചുകൊള്ളും. ചിത്രം 31. ഭൂതങ്ങളെ പുറത്താക്കുന്നു. ധാരാളം ഭൂതങ്ങളാൽ ബന്ധിതനായ ഒരാളുണ്ടായിരുന്നു. കയറുകളും ചങ്ങലകളും അയാളെ പിടിച്ചുകെട്ടാൻ മതിയായിരുന്നില്ല. അയാൾ അത്രയും ശക്തനായിരുന്നു. ഈശോ ആ ഭൂതങ്ങളോട് പുറത്തു വരാൻ പറഞ്ഞു. ഭൂതങ്ങൾ പുറത്തു വന്നു. അയാൾ സ്വതന്ത്രനാക്കപ്പെട്ടു. ഭൂതങ്ങളുടെ ശക്തിയിൽ നിന്ന് അയാൾക്ക് മോചനം ലഭിച്ചു. അയാൾ തന്റെ സുഹൃത്തുക്കളുടെ അടുക്കലൊക്കെ പോയി പറഞ്ഞു ഈശോ തനിക്ക് വേണ്ടി ചെയ്തു തന്ന കാര്യങ്ങൾ. ഭൂതങ്ങളിൽ നിന്നും ധാരാളം ആളുകളെ ഈശോ രക്ഷപ്പെടുത്തി, മോചിപ്പിച്ചു. ഇബിലീസും ഭൂതങ്ങളും ഈശോയെ അനുസരിച്ചേ തീരൂ. ഒരുപക്ഷേ നിങ്ങളും, പക്ഷേ ഭൂതങ്ങളുടെ ഉപദ്രവം നിങ്ങളിലുമുണ്ടായിരിക്കാം. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ഓർക്കുക, നിങ്ങൾ റബ്ബുൽ ആലമീനായ തമ്പുരാന് അവകാശപ്പെട്ടവരാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ശൈത്താന് യാതൊരു പങ്കുമില്ല. അവനെ നിങ്ങൾ പ്രതിരോധിക്കുക. ശക്തനായ കർത്താവായ ഈശോയോട് നിങ്ങൾ ആവശ്യപ്പെടുക ആ ഭൂതങ്ങളെയൊക്കെ പുറത്താക്കാൻ. മറ്റു മുഅ്മിനീങ്ങളോടും നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കാൻ നിങ്ങൾ ആവശ്യപ്പെടുക. നിങ്ങൾ ഈശോയെ അനുസരിക്കുമ്പോൾ അവിടുത്തെ ശക്തി നിങ്ങളെ സംരക്ഷിച്ചുകൊള്ളും. ശൈത്താന് നിങ്ങളെ യാതൊരു തരത്തിലും ഉപദ്രവിക്കാൻ കഴിയില്ല. ചിത്രം 32. പ്രലോഭനം. ശൈത്താൻ ചിലപ്പോൾ റബ്ബുൽ ആലമീനായ തമ്പുരാന്റെ മക്കളെ പ്രലോഭിപ്പിക്കാൻ, അവരെ ഫിത്നയിലാക്കാൻ ശ്രമിക്കും. കർത്താവായ ഈശോയുടെ വഴി ഉപേക്ഷിക്കാൻ, അവിടുത്തെ ഇത്തിബായ് ചെയ്യുന്നത് നിർത്താൻ അവൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ അവൻ പ്രലോഭിപ്പിക്കും, അവരെ ഫിത്നയിലാക്കാൻ ശ്രമിക്കും. പണം കൊടുത്തും വസ്ത്രങ്ങൾ കൊണ്ടും പുകയില, മദ്യം, അധാർമിക ജീവിതം, ഇങ്ങനെ പലതുകൊണ്ടും പിശാച് മുഅ്മിനീങ്ങളെ ഫിത്നയിലാക്കാൻ ശ്രമിക്കും. ഇത്തരം കാര്യങ്ങളാണ് തനിക്ക് സന്തോഷം നൽകുക എന്ന് മുഅ്മിനീങ്ങളെ വിശ്വസിപ്പിക്കാൻ ഇബിലീസ് ശ്രമിക്കും. ഈ ഇബിലീസ് ഒരു നുണയനാണ്. അവൻ നമ്മെ വഞ്ചിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മെ റബ്ബുൽ ആലമീനായ തമ്പുരാനെതിരെ തിരിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായത്തിനു വേണ്ടി കർത്താവായ ഈശോയിൽ വിശ്വസിക്കുക, അവിടുത്തെ ഇത്തിബായ് ചെയ്യുക. ചിത്രം 33. നാം പാപം ചെയ്യുകയാണെങ്കിൽ, ഒരു മുഅ്മിന് കുറ്റം ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? ഈശോ ഒരു കഥ പറഞ്ഞു. ഒരു ചെറുപ്പക്കാരൻ വീട് വിട്ടിറങ്ങി എങ്ങോട്ടോ പോയി. പല തിന്മകളും ചെയ്തു, ഒരുപാട് മഅസിയത്തുകൾ ചെയ്തു, ധാരാളം പാപം ചെയ്തു, സിനാ ചെയ്തു. അവന്റെ ഉപ്പാന്റെ പണമെല്ലാം ദൂർത്തടിച്ചു. അങ്ങനെ ഒരു ക്ഷാമമുണ്ടായി. അവൻ വളരെ മിസ്കീനായിത്തീർന്നു. അവന് വല്ലാതെ വിശന്നു. താൻ റബ്ബുൽ ആലമീനായ തമ്പുരാനെതിരായിട്ടും തന്റെ സ്വന്തം ഉപ്പാക്കെതിരായിട്ടും ഒരുപാട് കുറ്റം ചെയ്തു എന്ന് അവന് ബോധ്യമായി. അവൻ ശരിക്കും തൗബ ചെയ്തു. അവൻ ചെയ്ത എല്ലാ തെറ്റായ പ്രവൃത്തികളിലും എല്ലാ മൗസിയത്തിലും അവൻ ശരിക്കും ഖേദിച്ച് തൗബ ചെയ്തു മടങ്ങി. അങ്ങനെ അവൻ ഉപ്പാന്റെ അടുത്തേക്ക് തിരിച്ചുപോയി. ഉപ്പ ഈ കുട്ടിയെ വളരെയേറെ സ്നേഹിച്ചു. അവൻ പാപം ചെയ്തുവെങ്കിലും അവനോട് വലിയ സ്നേഹമാണ്.
വളരെ ആനന്ദത്തോടു കൂടിയാണ്, വളരെ ആഹ്ലാദത്തോടു കൂടിയാണ് ഈ ചെറുപ്പക്കാരൻ തിരിച്ചു വന്നപ്പോ ഉപ്പ അവനെ സ്വീകരിച്ചത്. ഉപ്പ അവനെല്ലാം മാപ്പ് കൊടുത്തു. അവന്റെ ബാപ്പ അവനെ അതിരറ്റ് സ്നേഹിച്ചിരുന്നു. നാം പാപം ചെയ്യുകയാണെങ്കിൽ നാം നമ്മുടെ പാപത്തിൽ നിന്ന് യഥാർത്ഥമായും ഖേദിച്ച് മടങ്ങി തൗബ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങണം. റബ്ബുലാലമീനായ തമ്പുരാൻ എങ്കിൽ നമുക്ക് മഅഫിറത്ത് നൽകും, നമ്മുടെ കുറ്റങ്ങൾ അവൻ പൊറത്തു തരും. വാപ്പ, ഈ കഥയിൽ പറഞ്ഞ വാപ്പ തന്റെ മകനെ സ്വീകരിച്ച പോലെ റബ്ബുലാലമീനായ തമ്പുരാൻ നമ്മെ സ്വീകരിക്കാൻ തയ്യാറാകും. ഈശോ പറഞ്ഞു, ഒരു പാപി തൗബ ചെയ്യുകയാണെങ്കിൽ, തൗബ ചെയ്ത് ഖേദിച്ച് മടങ്ങി റബ്ബുലാലമീനായ തമ്പുരാനിലേക്ക് തിരിച്ചു ചെല്ലുകയാണെങ്കിൽ സ്വർഗത്തിൽ ആ പാപിയെക്കുറിച്ച് ആഹ്ലാദവും സന്തോഷവും ഉണ്ടായിരിക്കും എന്ന്. ചിത്രം 34. രോഗം. രോഗികളായാൽ എന്താണ് റബ്ബുലാലമീനായ തമ്പുരാന്റെ ആളുകൾ ചെയ്യേണ്ടത്? അവരാദ്യം റബ്ബുലാലമീനായ തമ്പുരാനോട് ദുആ ചെയ്യണം. റബ്ബുലാലമീനായ ആ തമ്പുരാനിൽ വിശ്വാസമർപ്പിക്കണം. എന്താണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളതെന്താണ് അതവൻ ചെയ്യട്ടെ. മരിയലായ ആളുകളെ ശിഫയാക്കാൻ റബ്ബ് കഴിവുള്ളവനാണ്. അവൻ ഇറാദത്ത് വെച്ചാൽ അവനതിന് സാധിക്കും. റബ്ബുലാലമീനായ തമ്പുരാൻ നമ്മെ എല്ലാവരെയും സ്നേഹിക്കുന്നു. നമുക്ക് സംഭവിക്കുന്നതെല്ലാം അവനാണ് നിയന്ത്രിക്കുന്നത്. ഈശോ നമ്മോടൊപ്പമുണ്ട്, നമുക്ക് സമാധാനം നൽകാൻ, നമ്മെ രോഗാവസ്ഥയിൽ സഹായിക്കാൻ. എല്ലാറ്റിനും നമുക്ക് സഹായഹസ്തവുമായിട്ട് ഈശോ നമ്മോടൊപ്പമുണ്ട്. ചിത്രം 35. മരണം. ഈ ചിത്രത്തിൽ നമുക്ക് മരിച്ച ആളുകളെ മറമാടുന്നത് കാണാം. ഒരു ദിവസം നമ്മളെല്ലാവരും മരിക്കും. മരിച്ചാൽ എന്താണ് സംഭവിക്കുക? റബ്ബിന്റെ വചനമായ ബൈബിൾ പറയുന്നു, ഒരു മുഅ്മിന് മരിക്കുകയാണെങ്കിൽ കർത്താവായ ഈശോയുടെ സന്നിധിയിലേക്ക് പോവുകയാണ് അവന്റെ ആത്മാവ്. സ്വർഗത്തിൽ കർത്താവായ ഈശോയുടെ സന്നിധിയിലായിരിക്കും അവന്റെ ആത്മാവ്. മുഅ്മിനിന്റെ കുടുംബവും സുഹൃത്തുക്കളും ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ അവരൊക്കെ ദുഃഖിതരാണ്. പക്ഷേ ഒരിക്കലും ദുഃഖം അവർ അതിജയിക്കുന്നില്ല. നാം ഒരിക്കലും മരണത്തെ ഭയപ്പെടരുത്. റബ്ബുലാലമീനായ തമ്പുരാൻ നമ്മെ സ്നേഹിക്കുന്നു. അവൻ നമ്മെ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയല്ലോ. അവൻ നമ്മെ രക്ഷിച്ചെടുത്തല്ലോ. നിത്യമരണത്തിൽ നിന്ന് അവൻ നമ്മെ രക്ഷിച്ചു. കാഫിറുകൾക്കൊരിക്കലും നിത്യജീവനെക്കുറിച്ചുള്ള ഈ പ്രതീക്ഷയില്ല. റബ്ബുലാലമീനായ തമ്പുരാന്റെ കൂടെ നിത്യജീവൻ, നിത്യമായ ഒരു ജീവിതം ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷ, റജാ കാഫിറുകൾക്കില്ല. ബൈബിള് പറയുന്നത് അവർ യാതനയുടെ സ്ഥലത്തേക്കാണ് പോവുക എന്നാണ്. മരിച്ചാൽ നിങ്ങൾ എങ്ങോട്ട് പോകും? ചിത്രം 36. ക്രിസ്തുവിന്റെ ശരീരം. നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തിനും അതാതിന്റെ ലക്ഷ്യം നിർവഹിക്കാനുണ്ട്. കണ്ണെന്തിനുള്ളതാണ്? കാണാനുള്ളത്. കാതോ കേൾക്കാനുള്ളത്. വായ സംസാരിക്കാനുള്ളത്, തിന്നാനുമുള്ളത്. നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗവും ഒന്നു ചേർന്ന് പ്രവർത്തിക്കണം. ഒരു ഭാഗത്തിന് രോഗം ബാധിക്കുകയോ മുറിവേൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ ശരീരം മുഴുവനുമാണ് കഷ്ടതയനുഭവിക്കുക. മുഅ്മിനുകളെല്ലാം ഒരു ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ പോലെയാണെന്നാണ് റബ്ബുലാലമീനായ തമ്പുരാൻ പറയുന്നത്. ഈ ശരീരത്തെ ചർച്ച് എന്ന് വിളിക്കുന്നു. കർത്താവായ ഈശോ ആ ശരീരത്തിന്റെ ശിരസ്സാണ്. എല്ലാ മുഅ്മിനുകളും ചെയ്യേണ്ട പ്രവൃത്തിയുണ്ട്. ഉദാഹരണത്തിന്, ചിലർ വഅള് പറയണം, ചിലർ നശീദകൾ ആലപിക്കണം, ചിലർ ദാനം ചെയ്യണം, ചിലർ പഠിപ്പിക്കണം, ചിലർ ആതിഥ്യം നൽകണം, ചിലർ മറ്റുള്ളവരെ സഹായിക്കണം. ഒരു മുഅ്മിൻ തന്റെ പങ്ക് നിർവഹിക്കുന്നതിൽ പരാജയപ്പെടുകയാണെങ്കിൽ ചർച്ചിന്റെ മുഴുവൻ ശരീരമാണ് കഷ്ടതയനുഭവിക്കുക. അതുകൊണ്ട് എല്ലാ മുഅ്മിനുകളും ഒന്നു ചേർന്ന് പ്രവർത്തിച്ച് റബ്ബുലാലമീനായ തമ്പുരാനെ ബഹുമാനിക്കണം, അവനെ ആരാധിക്കണം, അവനെ ഇബാദത്ത് ചെയ്യണം. ചിത്രം 37. ഇബാദത്തിനു വേണ്ടി ഒരുമിച്ചുകൂടൽ. മുഅ്മിനുകളെല്ലാം ഇബാദത്തിനു വേണ്ടി ഒത്തുകൂടണം, റബ്ബുലാലമീനായ തമ്പുരാനെ ഇബാദത്ത് ചെയ്യാൻ. അവരിങ്ങനെ ഒത്തുകൂടുമ്പോ അവർ തൗറാത്തിൽ നിന്നും ഇഞ്ചീലിൽ നിന്നുമുള്ള വചനങ്ങൾ ഉരുവിടുന്നു. അവർ റബ്ബിനോട് ദുആ ചെയ്യുന്നു. റബ്ബുലാലമീനായ തമ്പുരാനെ സ്തുതിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. റബ്ബുലാലമീനായ തമ്പുരാൻ അവന്റെ പ്രവൃത്തിക്കു വേണ്ടി അവർ സമ്മാനങ്ങൾ കൊണ്ടുവരണം. ഈശോ തന്റെ അനുയായികളെ പഠിപ്പിച്ചു, തന്റെ വഫാത്ത് അവർ ഓർക്കണമെന്ന്. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് മുഅ്മിനുകൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് കാണാം. അവർ തിന്നുന്ന ആ റൊട്ടിയുണ്ടല്ലോ, ആ അപ്പം, അതവരെ ഈശോയുടെ ശരീരത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. അവിടുന്ന്
കുരിശിൽ മരിച്ചപ്പോൾ അവിടുത്തെ ആ ശരീരം അതിനെ ഓർമ്മപ്പെടുത്തുന്നു അവർ തിന്നുന്ന അപ്പം. അവർ കുടിക്കുമ്പോൾ അത് ഈശോയുടെ രക്തത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ ചിന്തിയ ആ രക്തത്തെ. നാമും ഒത്തുകൂടണം. ഈ രീതിയിൽ ഈശോയുടെ വഫാത്ത് നമ്മൾ ഇങ്ങനെ ഓർക്കണം, അവിടുന്ന് തിരിച്ചു വരുന്നതുവരെ. ചിത്രം 38. ഈശോ തിരിച്ചുവരും. ഒരു ദിനം ഈശോ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് തിരിച്ചുവരും. അവിടുന്ന് വാഗ്ദാനം ചെയ്തതുപോലെ തന്നെ പെട്ടെന്നായിരിക്കും വരിക. ആരും അവിടുത്തെ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത്. മരിച്ചു കഴിഞ്ഞ മുഅ്മിനുകളെല്ലാം ഉയർത്തെഴുന്നേൽക്കും അവരുടെ ഖബറുകളിൽ നിന്ന്. അങ്ങനെ അവർ അവിടുത്തെ സന്ധിക്കും. ജീവിച്ചിരിക്കുന്നവരോ അവരും അവരോടൊപ്പം ചേരും. അങ്ങനെ അവർ ഒരുമിച്ച് കർത്താവായ ഈശോയെ മേഘത്തിൽ കണ്ടുമുട്ടും. മേഘാരൂഢനായി വരുന്ന ഈശോയെ അവർ കണ്ടുമുട്ടും. സ്വർഗത്തിലെന്നേക്കുമായി അവിടുത്തോടൊപ്പം അവർ കഴിയും. കാഫറുകളോ അവരിവിടെ ബാക്കിയാകും. അവർ റബ്ബുൽ ആലമീനായ തമ്പുരാന്റെ ഹിസാബിന് വിധേയരാകും. അവർ കഷ്ടത അനുഭവിക്കും. അവർ ന്യായവിധിയെ അഭിമുഖീകരിക്കേണ്ടി വരും. എന്നാണ് ഈശോ തിരിച്ചു വരിക എന്ന് നമുക്കറിയില്ല. പക്ഷേ നാം എപ്പോഴും അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കണം. നാം അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കണം. ഇന്ന് കർത്താവായ ഈശോ തിരിച്ചു വരികയാണെങ്കിൽ അവിടുത്തെ കണ്ടുമുട്ടാൻ നിങ്ങളും ഒരുങ്ങിയിരിക്കുമോ? ചിത്രം 39. ഫലം കായ്ക്കൽ. ഈ ചിത്രത്തിലെ മരത്തിൽ ധാരാളം പഴങ്ങളുണ്ട്. നാം ഈശോയെ ഇത്തിബായി ചെയ്യുമ്പോൾ റബ്ബുൽ ആലമീനായ തമ്പുരാന്റെ ആത്മാവ് റൂഹുൽ ഖുദ്സ് നമ്മിൽ പ്രവർത്തിക്കുകയാണ്, നമ്മിൽ ഫലം കായ്ക്കാൻ. റൂഹുൽ ഖുദ്സിന്റെ പഴം സ്നേഹമാണ്, മഹബത്താണ്, സന്തോഷമാണ്, സമാധാനമാണ്, സ്വബറാണ്, ക്ഷമ, ദയയാണ്, നന്മയാണ്, വിശ്വസ്തതയാണ്, ആത്മനിയന്ത്രണമാണ് എന്നെല്ലാം തൗറാത്തും ഇഞ്ചീലും നമ്മെ പഠിപ്പിക്കുന്നു. ഈശോ പറഞ്ഞു, ഞാൻ മുന്തിരിവള്ളിയാകുന്നു, നിങ്ങളോ അതിന്റെ കൊമ്പുകളുമാണ്. നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കുമ്പോൾ നിങ്ങൾ ധാരാളം പഴം കായ്ക്കുന്ന മരമായി മാറും. ഉണങ്ങിയ കൊമ്പുകളിൽ ഫലം കായ്ക്കില്ല. അവ മുറിച്ചു മാറ്റി തീയിലിടും. തന്റെ അനുയായികൾ ഫലം കായ്ക്കുന്നവരായി തീരണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. ഇത് റബ്ബുൽ-ആലമീനായ തമ്പുരാനെ ബഹുമാനിക്കുന്നു. ഇവരാണ് റബ്ബുൽ-ആലമീനായ തമ്പുരാനെ ബഹുമാനിക്കുന്നവരും സഹജീവികളെ സഹായിക്കുന്നവരും. ചിത്രം 40. സാക്ഷിയാകൽ. തന്റെ അനുയായികളോട് ഈശോ പറഞ്ഞു, എല്ലായിടത്തും പോയി എല്ലാവരോടും തന്നെക്കുറിച്ചവർ പറയണമെന്ന്. തന്നിൽ വിശ്വസിക്കുന്ന ഏതൊരാളും പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. നിത്യമായ ശിക്ഷയിൽ നിന്നും മരണത്തിൽ നിന്നും അവർ രക്ഷിക്കപ്പെടും. നിങ്ങളൊരു മുഅ്മിനാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കണം, ഈ സുവാർത്ത അവരെ ഗ്രഹിപ്പിക്കുന്നതിന്. ഈ സുവാർത്ത ഗ്രഹിക്കാൻ അവർക്കും നിങ്ങൾ അവസരം നൽകണം. റൂഹുൽ ഖുദ്സ് നിങ്ങൾക്ക് അതിനുള്ള ധൈര്യം പ്രദാനം ചെയ്യും. അവിടുന്ന് വേണ്ടി ജീവിക്കാൻ, അവിടുന്ന് വേണ്ടി സംസാരിക്കാൻ വേണ്ട ധൈര്യം റൂഹുൽ ഖുദ്സ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. ഈ സചിത്ര പുസ്തകം അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുക. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാൻ. ഈ രീതിയിൽ ധാരാളം ആളുകൾ സത്യമറിയാൻ ഇടവരും. റബ്ബുൽ-ആലമീനായ തമ്പുരാനെക്കുറിച്ചുള്ള സത്യം, രക്ഷകനെക്കുറിച്ചുള്ള സത്യം, കർത്താവായ ഈശോയെക്കുറിച്ചുള്ള സത്യം.